ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡസ് റിവറിനെ പറ്റിയിട്ടായിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, ഇൻഡസ് റിവർ ഇത് ഹിമാലയൻ റിവറിന്റെ ഒരു പാർട്ടാണ്. ഹിമാലയൻ റിവർ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ഇൻഡസ് റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഡസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ ലെങ്ത് ആണ്. അതിന്റെ ലെങ്ത് വരുന്നത് 3180 കിലോമീറ്റർ ആണ്. പിന്നെ പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന റിവറാണ് ഇൻഡസ് റിവർ. ഓക്കെ, പിന്നെ അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അത് ഇന്ത്യയിലെ അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഒറിജിനിലോട്ട് വരണമെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്യണത് ടിബറ്റിൽ നിന്നിട്ടാണ്. ടിബറ്റിലെ കൈലാഷ് റേഞ്ചിലെ ബോക്കാർച്ചു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലേഷ്യറിൽ നിന്നാണ് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യണത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യറിന്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു ലേക്കാണ് മാനസരോവർ ലേക്ക്. ഓക്കെ, അപ്പം ഇപ്പം വേണമെങ്കിൽ ഇൻഡസ് റിവർ ഏത് ലേക്കിൽ നിന്നാണ് ഒറിജിൻ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാനസരോവർ ലേക്ക് എന്നും പറയാം. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കാം. അവിടെ ഇൻഡസിന്റെ ഒറിജിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 6 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മൈൻഡിൽ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലഡാക്ക് ആണല്ലേ. ലഡാക്ക്, ഈ ലഡാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ് ഇവിടെ നിന്ന് ടിബറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യണ പോയിന്റ് ആണ് എന്ത്, ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ലഡാക്കിൽ കൂടിയിട്ടാണ് ഇൻഡസ് ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യണത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ലേ ആണ്. ഓക്കെ, അപ്പൊ ഈ ലേ എന്ന് പറയുന്ന പട്ടണം നമ്മുടെ ഇൻഡസിന്റെ തീരത്താണ് ലൊക്കേറ്റ് ചെയ്തേക്കണേ. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലേയും കഴിഞ്ഞ് നമ്മുടെ ഷിയോക്ക് എന്ന് പറഞ്ഞിട്ടൊരു റിവർ ഉണ്ട്. അത് എന്ത് ചെയ്യും, ഈ ഇൻഡസിനെ വന്ന് ജോയിൻ ചെയ്യും. ഇതാണ് ഇൻഡസ്. ഇവിടുന്ന് ഷിയോക്ക് വന്നിട്ട് ഇൻഡസിനെ ജോയിൻ ചെയ്യും. അതാണ് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഷിയോക്ക് റിവർ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചില്ലാറാണ്. ചില്ലാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇൻഡസ് പാകിസ്ഥാനിലോട്ട് എൻ്റർ ചെയ്യും. ഇവിടെയാണ് പാകിസ്ഥാൻ. ഓക്കെ, അപ്പൊ ഈ പാകിസ്ഥാനിലോട്ട് എൻ്റർ ചെയ്യണ പോയിന്റ് ആണ് ചില്ലാർ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യണ പോയിന്റ് ആണ് ലഡാക്ക്. എവിടെ നിന്ന്, ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യണ പോയിന്റ് ആണ് ലഡാക്ക്. ദെൻ ഇന്ത്യയിൽ നിന്ന് പാക്കിലോട്ട് എൻ്റർ ചെയ്യണ പോയിന്റ് ആണ് ചില്ലാർ. ഓക്കെ, ദെൻ അടുത്ത നമ്മുടെ പോയിന്റ് ആണ് കരാച്ചി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കരാച്ചി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇൻഡസ് അറേബ്യൻ സീയിലോട്ട് ജോയിൻ ചെയ്യണ പോയിന്റ് ആണ് എന്ത്, കരാച്ചി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസിനെ കുറിച്ചായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് 5 ട്രിബ്യൂട്ടറീസ് ആണ് ഇൻഡസിനുള്ളത്. ഓക്കെ, ജലം, ചേനാബ്, രവി, ബിയാസ് ആൻഡ് സട്ലജ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവരുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം. അതായത് ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ആണ് എന്ത്, ചേനാബ്. ഓക്കെ, പിന്നെ ഏറ്റവും ചെറിയ ട്രിബ്യൂട്ടറി ആണ് ബിയാസ്. അതുപോലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി ആണ് സട്ലജ്. അപ്പൊ ഏറ്റവും വെള്ളം, ഈ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു വെള്ളം ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് ഏറ്റവും കൂടുതൽ ആർക്കാ കൂടുതൽ, ചേനാബിന്. അതിപ്പോ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് ചേനാബാന്ന് ഓർത്ത് വെച്ചാൽ മതി. സി വെച്ചൊന്ന് റിലേറ്റ് ചെയ്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഓക്കെ, പിന്നെ ഇപ്പൊ നമുക്ക് ഇവരുടെ ഓരോ ആൾക്കാരുടെയും ഒറിജിനിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഒറിജിനിലോട്ട് വരുമ്പോ ഒരു പോയിന്റ് മാത്രം ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. അതായത് സട്ലജ് എവിടെ നിന്നാ, ഇന്ത്യയിൽ നല്ല ഒറിജിനേറ്റ് ചെയ്യണേ, അത് ടിബറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണേ. ബാക്കി 4 ആൾക്കാരും അതായത് ജയലവും ചേനാബും രവിയും ബിയാസും എവിടെന്നാ, ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണേ. മറ്റേ മാത്രം എവിടെന്നാ, ടിബറ്റിൽ നിന്ന്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ 4 പേരും ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞില്ലേ, ഇനി അത് ഇന്ത്യയിൽ നിന്ന് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് നോക്കണമെങ്കിൽ ഏതാ, അവിടെയും കോമൺ ആയിട്ടുണ്ട്. അവിടെയും ആരൊക്കെയാ കോമൺ, ഈ ചേനാബും രവിയും ബിയാസും കോമണാ. ഈ ജേലം മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ട്. അത് മാത്രം ഇപ്പൊ നോക്കി വെച്ചാൽ മതി. അതായത് ജേലം എവിടെന്നാ, കാശ്മീരിൽ നിന്ന്. ബാക്കി 3 പേരും എവിടെന്നാ, ഹിമാചലിൽ നിന്ന്. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഉള്ളത് ആരെയൊക്കെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ജേലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം.
ഓക്കെ. അപ്പൊ ജേലം ആരെ ഒന്ന് ജോയിൻ ചെയ്യും? ജേലം വന്ന് ചേനാബിനെ ജോയിൻ ചെയ്യും. ചേനാബിനെ ജോയിൻ ചെയ്യും ജേലം. ഓക്കെ. അതുപോലെ തന്നെയാണ് ആര്? രവിയും സത്ലജും. ആരെ ഒന്ന് ജോയിൻ ചെയ്യണം? ചേനാബിനെ ഒന്ന് ജോയിൻ ചെയ്യും. ഓക്കെ. കണ്ട ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ആരൊക്കെ? ജേലം, രവി ആൻഡ് സത്ലജ്. ഓക്കെ. ഇവര് മൂന്നുപേരും ചേനാവിനെ ജോയിൻ ചെയ്യും. ഓക്കെ. ഇനി ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. അതാരുടെ? അത് ബിയാസിന്റെ ഒരു കേസാണ്. അവൻ ആരെയാ ജോയിൻ ചെയ്യണേ? അവൻ സത്ലജിനെ വന്നിട്ടാണ് ജോയിൻ ചെയ്യണേ. എന്നിട്ട് ഈ സത്ലജ് വന്നിട്ട് ചേനാവിനെ ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബിയാസിന്റെ കേസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി 3 പേരും വന്ന് ചേനാവിനെയാണ് ജോയിൻ ചെയ്യണത്. ഓക്കെ. അങ്ങനെ ഈ ചേനാവ് പിന്നെ ഇവിടെ വന്ന് ഇൻഡസിനെ ജോയിൻ ചെയ്യും. ഓക്കെ. ഈ പ്ലേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്ലേസ് ആണ് മിതാങ്കോട്ട്. ഓക്കെ. അപ്പൊ ഈ മിതാങ്കോട്ടിൽ വന്നിട്ടാണ് ഇൻഡസും ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസും ജോയിൻ ചെയ്യണത്. ഓക്കെ. മിതാങ്കോട്ട്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ് നോക്കാനുള്ളത്. അതായത് കുറച്ച് ഈ ബാങ്ക്സിലുള്ള പ്ലേസസും പിന്നെ അതുപോലെ കുറച്ച് ഈ ഹൈഡ്രോ വാട്ടർ പ്രൊജക്റ്റ് ഒക്കെയാണ് നോക്കാനുള്ളത്. ഒന്ന് വേഗം നോക്കി നോക്കാം. അപ്പൊ ആദ്യം ജേലം റിവർ. ഓക്കെ. അപ്പൊ വൂളാർ ലേക്ക്, അത് ഈ ഒരു ജേലം റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു ലേക്കാണ് വൂളാർ ലേക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈഡ്രോ വാട്ടർ പ്രൊജക്റ്റ്, അതും ഈ ജേലം റിവറിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീനഗറും ഈ ഒരു ജേലം റിവറിന്റെ ബാങ്ക്സിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ചേനാബ്. ഓക്കെ. ചേനാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാരലച്ല പാസ് എന്നാണ്. ഓക്കെ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ബാരലച്ല പാസ്. ഓക്കെ. പിന്നെ ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഇറ്റ് ഈസ് അബൌട്ട് ചന്ദ്രഭാഗ റിവർ. ഓക്കെ. അപ്പൊ അതെ ഇവിടെ ഈ 2 ഇതുണ്ടല്ലേ, അപ്പൊ നമുക്ക് കാണാം ഈ 2 കുത്ത് ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് ചേനാബ് ഫോം ചെയ്യണത്. ഓക്കെ. അപ്പൊ ഈ 2 കുത്ത് എന്ന് പറയുന്നത് 2 റിവേഴ്സ് ആണ്. ആരൊക്കെയത്? ചന്ദ്രയും ഭാഗ്യയും. അവര് അവര് താണ്ടിയിൽ വെച്ച് അവര് ജോയിൻ ചെയ്യും. എന്നിട്ട് അവരെന്താവും? ചന്ദ്രഭാഗ റിവർ ആവും. അതാണ് പിന്നീട് ചേനാബ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ചന്ദ്രഭാഗ റിവർ. ഓക്കെ. അതുപോലെ തന്നെ ഈ ചേനാവിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റാണ് ബ്ലഗ്ലീഹർ ഹൈഡ്രോ വാട്ടർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമുക്ക് രവിയിലോട്ട് വരാം. ഓക്കെ. അപ്പൊ ലാഹോർ. ലാഹോർ ഇപ്പൊ പാകിസ്ഥാനിലാണ്. അപ്പൊ ഈ ലാഹോർ വരുന്നത് രവിയുടെ ബാങ്കിലാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ജഹാംഗീറിന്റെ ടോംബ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഹരപ്പ. ഹരപ്പ എവിടെയാ? രവിയുടെ ബാങ്കിലാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ബിയാസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റൊത്താങ് പാസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ കുളു വാലി ഫോർമേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളും ബീസ് വഹിക്കണുണ്ടെന്നും ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇനി അടുത്തത് സത്ലജിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഡാമാണ് ബക്ര നംഗൽ ഡാം. ഓക്കെ. അപ്പൊ ഇൻഡസ് വാട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.